ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നൊരു ഞായറാഴ്ച വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പം നേരത്തെ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല. ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ തോന്നി ഞായറാഴ്ച വെറുതെ വീട്ടിലിരുന്ന സമയം കളയണ്ടല്ലോ എന്ന്. അപ്പോൾ വെറുതെ ഫ്രണ്ടിനെ വിളിച്ച് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. വലിയ പ്ലാനൊന്നുമില്ല. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആലോചന, നമ്മുടെ മറ്റേ പണ്ട് ഉരുളോട്ടിലൊക്കെ നടന്ന സ്ഥലമുണ്ടല്ലോ, ചൂരൽമല. ജസ്റ്റ് ചൂരൽമല ഒന്ന് പോയി കണ്ടിട്ട് എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് വിടുവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഞങ്ങൾ ചൂരൽമലയ്ക്ക് പോകുന്ന വഴിയാണിത്. നല്ല തേയിലത്തോട്ടവും എല്ലാം ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതണ്ട, ഇവിടെ എപ്പോൾ വന്നാലും റോഡ് പണിയാ. ഞാൻ ഇതിലേ പോയാലും റോഡ് പണിയാ പ്രശ്നം. ഇതിൽ മര്യാദയ്ക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ട്രാക്കിൽ കൂടെയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ടീംസ് മൊത്തം കയറി വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം, പ്രകൃതി രമണീയത ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പണി നടക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആദ്യം താമസിക്കാതെ തന്നെ ഈ റോഡെല്ലാം ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ റോഡെല്ലാം പണികളിപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇത് തുടങ്ങിയിട്ടൊന്ന് അവസാനിപ്പിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്നില്ല, ചൈനയിലും അവിടെ ഇവിടെയൊക്കെ എത്രയോ മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ 24 hour കൊണ്ടോ ഒക്കെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ട് ഇങ്ങനെ ഇപ്പോൾ റോഡ് പണി തുടങ്ങുന്ന ഒരു 5 കൊല്ലം കൊണ്ട് തീർക്കുന്ന പറഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് തീർക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റോഡ് പണിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഈ റോഡൊക്കെ നന്നാവും. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല സുഖമായിട്ട് പോവാം. മൊത്തമായിട്ട് നമ്മുടെ സ്ഥലത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല, കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആരും വിഷമിക്കണ്ട, ആരും തെറിയും പറയരുത് കേട്ടോ. വയനാട്ടിൽ എത്ര വന്നാലും നമുക്ക് മടി വരാത്തത് എന്താണെന്നറിയോ? ഈ തേയിലയും ഈ ഒരു സൗന്ദര്യമാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഒരു ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എത്രയൊക്കെ സ്ട്രെസ്സിലും ടെൻഷനിലൊക്കെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു വയനാടിൻ്റെ ഈ ഒരു സൗന്ദര്യം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇത് ഇങ്ങോട്ട് നോക്ക്, ഇതണ്ട ഈ തേയില ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. ആക്ച്വലി ഞാനും കുറേ പ്രശ്നങ്ങളിലൊക്കെയാണ്, ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും ഇപ്പം ഇങ്ങനെ ഈ ട്രിപ്പിന് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് നമ്മുടെ ആ ഒരു സങ്കടവും ആ ടെൻഷനും ഒക്കെ മറക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അതിനൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. എന്നാലും എനിക്ക് പറയണം തോന്നിയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുണ്ട്, ഈ പ്രോപ്പർട്ടി നമ്മുടെ ബോച്ചയുടെയാണ്. ബോച്ചയുടെ 1000 acre. ഞങ്ങളെന്തായാലും തൽക്കാലം ഇവിടെ കയറുന്നില്ല. ഇപ്പം നമ്മൾ ചൂരൽമലയിലേക്കാണല്ലോ പോകുന്നത്. ഇപ്പം തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറും. ഇവിടെ ഫുള്ള് റോഡ് പണിയാണ്. അപ്പം വരുന്നവരെല്ലാം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വന്നാൽ മതി. ചേട്ടൻ കൈ കാണിച്ച് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരട് പിടിച്ചിട്ട് എന്തോ പരിപാടി നടത്തുന്നുണ്ട് ഇവിടെ. വേണ്ട, ഞങ്ങളെ ഒന്ന് വിടുവോ? ചേട്ടൻ പൊക്കോട്ടെ. ചേട്ടൻ പൊക്കോളം പറഞ്ഞ് ഓഫായി, വണ്ടി ഓഫായി. എക്സ്പേർട്ട് ഡ്രൈവറാണ്, എന്നാൽ 2 വട്ടം നമ്മൾ ഓഫാക്കും. ഫസ്റ്റിലാണോ? എക്സ്പേർട്ട് ഡ്രൈവറാണ്, പക്ഷെ ചേട്ടൻ ഭയങ്കര തിരക്ക്. ഇത്ര നേരം ഞങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നു. അതാണ്. എന്നാൽ ഒരാൾ 2 വട്ടം വണ്ടി ഓഫായി, എന്നാ പിന്നെ അയാളുടെ ഒരു മര്യാദ കാണിക്കണ്ടേ? അതില്ല, എല്ലാവർക്കും തിരക്കാം. മറ്റേ വണ്ടികൾ വരുന്നോണ്ട്
ഇവിടെ എല്ലാം ഫുൾ പണിയാണ് ഗൈസ്. നമ്മള് 900 കണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം 900 കണ്ടിലേക്ക് പോകുന്നതിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ. ഇതുണ്ടോ, ഇവിടെ മൊത്തം വണ്ടികൾ നിർത്തിയേക്കുക, ഫുൾ ബ്ലോക്കും ആണ്. ഇതുണ്ടോ, 900 കണ്ടിയിൽ നമുക്ക് ഒരുപാട് ടെന്റുകളും സ്റ്റേകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം 900 കണ്ടി എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ചൂരൽമലയ്ക്ക് പോകുന്ന റൂട്ടിലാണ് ഇതെല്ലാം ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചൂരൽമലയ്ക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറുന്നുണ്ട്, മറ്റേ സൂചിപ്പാറ വാട്ടർഫോൾസ്. അങ്ങോട്ട് കണ്ടിട്ടോ, അവിടെ 5 മണി വരെ ഉള്ളൂ. അപ്പം നമുക്ക് പോകുമ്പോൾ കാണുന്നതല്ലേ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വരാൻ നേരമേ അത് അടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ. അതാ സംഭവം. നല്ല ഏലം ഉണ്ട്, അത്യാവശ്യം കാപ്പി, ഏലം, തേയില, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഈ ഇത്രയും മോശമായ വഴി കൂടെ ഈ വണ്ടി ഇത്ര റിസ്കിൽ ഓടിക്കുന്ന ഡ്രൈവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും അവസാനം പറഞ്ഞു തരുന്നതായിരിക്കും. ചലോ വേഗം വണ്ടി വിട്, കടത്തിവിട്. ആ പറന്നോട്ടെ. സ്പൾബർ, എന്റെ സ്പൾബർ ആരെന്ന് ഞാൻ കാണിച്ചുതരാം. എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്. സൂചിപ്പാറ വാട്ടർഫോൾസ് എവിടെയാണ് ഗൈസ്? ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു മേപ്പാടിയിലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രൈവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ നല്ല കത്ത് റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പണ്ടെങ്ങാണ്ട് ഞാൻ പോയി കയറിയിട്ടുണ്ട്, അപ്പൊ ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അപ്പൊ വരുന്നവര് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ കയ്യില് കൂടുതൽ സംഘടിപ്പിച്ചിട്ട് വേണം വരാൻ. അല്ല കൂടുതൽ. അപ്പം അത് ഓരോ വണ്ടികളൊക്കെ വരുന്ന നല്ല മിന്നിച്ച് നമ്മുടെ ട്രാക്കിൽ കൂടെയാണ് എല്ലാരും വരുന്നത്. അപ്പം എല്ലാരും ഒന്ന് കെയർഫുൾ ആയിട്ട്. നമ്മുടെ ഈ കേരളത്തിലെ പിന്നെ മാറ്റേണ്ട ഒരു ശീലം എന്ന് വെച്ചാൽ ഈ റൈഡിങ് ആണ്, ഈ വണ്ടി ഓടിക്കുന്ന ഒരു രീതിയാണ്. ആക്ച്വലി നമ്മുടെ ട്രാക്കിൽ കൂടെ നമ്മൾ മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ ഇവിടെ അപകടങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് തോന്നിയ പോലെയാണ് ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ആക്സിഡൻസ് കൂടുന്നത്. ഇന്നിപ്പോ ഇവിടെ തന്നെ നമ്മൾ എത്രയോ വണ്ടികൾ നമ്മുടെ നേരെ തന്നെ വരുന്നുണ്ട്. ഈ വളവ് നമുക്ക് പരിചയമില്ലാത്ത റോഡുകളല്ലേ, കുറച്ച് സ്ലോ ആക്കോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. വാട്ടർഫോൾസിലേക്ക് ഇനി ആകെക്കൂടെ ഒരു 4.5 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. ഇതുണ്ട്, വഴിക്കൊന്നും വീതിയില്ല, പക്ഷെ വീതി കൂട്ടുന്നുണ്ട്. ഇത് വേഗം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതായിരുന്നു. ഇത് ഞങ്ങള് മുന്നേ വന്ന ഏതായിരുന്നു? സ്കൈ പാർക്കാ? അല്ല, നമ്മളൊരു ഒന്ന് സ്ലോ ആക്കണേ. നമ്മൾ ക്യാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു 900 കണ്ടിയില്. വുഡ് മോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട്. ഈ വഴിയാണ് പോകേണ്ടത്. നല്ല നൈസ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ ഒരു ദിവസം വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഞങ്ങൾ അടുത്തൊരു ക്യാമ്പും കൂടെ അവിടെ വെക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് വഴിയിൽ മൊത്തം ട്രാഫിക്കാ. അല്ല, ട്രാഫിക് അല്ല, ജീപ്പുകൾ മൊത്തം, വണ്ടികൾ മൊത്തം ഇവിടെ റോഡിലാണ് നിർത്തിയിട്ടേക്കുന്നുണ്ട്. ജീപ്പിന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ആക്ച്വലി. എന്താ വെച്ചാല് മൊത്തം കല്ലും മുള്ളും കാടും മലയും എല്ലാം താണ്ടി കിടന്നു പോകണം. ഞാൻ എന്തായാലും എന്റെ സ്പൾബറിനെ കാണിച്ചു തരാം. ഇതാണ് സ്പൾബർ. എന്നെ കഴിഞ്ഞും എക്സ്പീരിയൻസ് ആണ് യാത്ര എല്ലാം ചെയ്ത്. പുള്ളിക്കാരി ക്യാമ്പൊക്കെ നടത്തുന്ന ആളാണ്. എന്താ നിങ്ങളുടെ ക്യാമ്പിന്റെ പേര്? ഉള്ളം ക്യാമ്പിംഗ് ആണ് ഇവര് ചെയ്യുന്നത്. സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിംഗ് ആണ്. അപരിചിതരായി വന്നവർക്ക് പരിചിതരായി പോകാൻ പറ്റുന്ന ഒരു പ്രത്യേക ക്യാമ്പാണ് നമ്മുടെ. അല്ലെ, ഇഷ്ടംപോലെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതിലൊരു ക്യാമ്പാണ് ഞങ്ങളുടെ. ഞങ്ങൾ 2 ഫ്രണ്ട്സ് കൂടി, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്, അൻസിയ. അവളും ഞാനും കൂടെ ചേർന്നാണ് ക്യാമ്പ് നടത്തുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാൻ കേട്ടോ. അതെ, നവംബർ നെക്സ്റ്റ് ക്യാമ്പ് വരുന്നത് എവിടെയായിരുന്നു? കൊളുക്കുമല. നെക്സ്റ്റ് ക്യാമ്പ് വരുന്നത് കൊളുക്കുമലയിലാണ്. കൊളുക്കുമലയിൽ നവംബർ 22-ും 23-യും അല്ലേ? നവംബർ 22-ും 23-യും നമുക്ക് ക്യാമ്പ് ഉണ്ട്. അങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരിക. നമുക്ക് അതായത് എന്താ വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, എല്ലാം ആയിട്ട് നമുക്ക് ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട്
അതായത് 20s-ലും 80s-ലും ഒക്കെ നമുക്ക് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ജോലി, സ്ട്രെസ്, മാരേജ് അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കുറെ ചുരുങ്ങി നമ്മൾ തന്നെ ആവുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പൊ ആ ടൈമിൽ നമുക്ക് നമ്മുടെ കൂടെ ഫ്രണ്ട്സും ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ടൈമും കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു റിലാക്സേഷൻ ആണ് നമ്മുടെ ഈ ക്യാമ്പൊക്കെ. കുറച്ച് ഗെയിംസും കുറച്ച് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലാത്ത ആൾക്കാരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ്, അതായത് നമ്മുടെ പരിചയമുള്ള ആൾക്കാരുടെ കൂടെ ടൂർ പോവുക, ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഒറ്റയ്ക്ക് ഒരു ക്യാമ്പിലേക്ക്, അതായത് ഒരുപാട് പേരുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മുഖം മൂടിയും ഇല്ലാതെ അവിടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു കാര്യം. നിങ്ങൾക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജോലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഫാമിലി ഇഷ്യൂസ് അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ശരിക്കും ക്യാമ്പിന് വരുന്നത് കൊണ്ട് ഒരു റിലീഫാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊക്കെ എങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളെല്ലാ ക്യാമ്പിനും പോകുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് അതിൽ നിന്ന് തന്നെ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും പുറത്തും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളതിലാണ് കാര്യം. നമുക്ക് ഏത് നാട്ടിൽ ചെന്നാലും ഒന്ന് വിളിച്ച് ഒരു കാര്യം ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഒരു സംശയമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്കൊന്ന് എവിടെയെങ്കിലും പോയി ഞാനൊന്ന് പെട്ടുപോയി, ഒരു ജില്ലയിൽ പോയി പെട്ടുപോയി എന്ന് പറഞ്ഞാലും അവിടെ നിന്ന് പോരാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് പേരെ കിട്ടും. അതെ, ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ November 22-23 ഇതിപ്പോ ക്യാമ്പിന്റെ ആടോ കൊളുക്കുമലയില് വരിക. ഓക്കെ, വഴി ഇച്ചിരി സീനുണ്ട്, എല്ലാവരും വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സെഡാനും കൊണ്ട് വരാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. സെഡൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത. ആഹാ, സൂപ്പർ, കിടിലം വ്യൂ, ഒരു രക്ഷയില്ല. എന്താ ഈ വ്യൂവിനെ പറ്റി പറയാനുള്ളത്? ഇത് ഇവിടെ ജെയിന്റ് സ്വിങ് ഉണ്ട് കേട്ടോ, അതവിടെ. ഇപ്പൊ തീരുവാനാ. ചേട്ടാ ഇടിക്കല്ലേ, അയ്യോ അറിയിക്കല്ലേ. ഇതൊരു സ്പോട്ടാണ്. ഇതേതാ സ്പോട്ട്? ഇത് സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് സൈക്കിളിലൊക്കെ നമുക്ക് പോവാം. എന്തിനാ? മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റോപ്പ്. എക്സ്പ്ലോറ ബഗ്ഗി റൈഡ്. ഓക്കെ. ഇവിടെ മറ്റേ സിപ്പ് ലൈനും അങ്ങനെ. അമ്മേ, പതുക്കെ 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 പതുക്കെ. ടയർ വേണ്ടേ നമുക്ക് തിരിച്ചു പോകണ്ടടാ, നമുക്ക് പോകണ്ടടാ. വാവ്, നൈസ്. നമ്മളിങ്ങനെ വെറുതെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ട്രാവലൊക്കെ ചെയ്യണ്ടേ? ട്രാവലൊക്കെ ചെയ്യണ്ടേ? പക്ഷെ ഒരു സത്യമായ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ വലിയ പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതാണ് കോമഡി. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ട്രിപ്പ് പോവാ, അത് മേളിലേക്കുള്ള വഴി ആയിരിക്കും. ഞാൻ ബസ് വരുന്നുണ്ട്. അധികം നശിപ്പിച്ച് ബസ് ചെറിയൊരു. ഈ പാട്ട് ഇത് തന്നെ പിന്നെ പാടിക്കൊണ്ടിരിക്കും. ഇത് ഭ്രാന്താണോ? ഇത്ര സ്ഥലം പോരാ ചേട്ടനെ പോവാൻ. വഴി മൊത്തം പണിയാണ്. പണി മൊത്തം വഴിയാണെന്ന് പറയുന്നത് കറക്റ്റ്. അതെ അതെ. എല്ലാം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. വണ്ടിയിൽ എണ്ണ തീരാനായി, എണ്ണ അടിക്കേണ്ട കാര്യം മറന്നുപോയി. ഇങ്ങോട്ട് പോകുമ്പോ പമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടോ? അറിയത്തില്ലേ? പിന്നെ ഇത് അവിടുത്തോണ്ട് ഇറങ്ങിയപ്പോ ഇതൊന്നും ഓർത്തില്ലേ?
ഇവിടെ എല്ലാവരും തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചൂരൽമലയിലോട്ട് വരുന്നത്. ഞാൻ 900 കണ്ടി വരെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. മുമ്പ് ക്യാമ്പ് നടത്തുന്നതിന് മുന്നേ ക്യാമ്പ് കൂടി. ഞാൻ ഫസ്റ്റ് ക്യാമ്പ് ആദ്യമായിട്ട് ഞാൻ ക്യാമ്പ് കൂടുന്നത് ഇവിടെ 900 കണ്ടിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ അവിടെ ആദ്യമായിട്ട് അങ്ങനെയാണ് 900 കണ്ടി വരുന്നത്. വയനാട് കുറെ തവണ നമ്മൾ കണ്ണൂരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ടൂറ് പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് വയനാടായിരിക്കും. അപ്പോൾ വയനാട്ടിലോട്ട് കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഈ 900 കണ്ടി മേപ്പാടി ചൂരൽമല ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പമ്പുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ചുരുക്കം അതാണ് പറയാൻ കാരണം. പമ്പുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു വയ്ക്കാം. പക്ഷെ നിലവിൽ എല്ലാ ജില്ലയിലും ഫ്രണ്ട്സ് ഉള്ള എനിക്ക് വയനാട്ടിൽ മാത്രം ഫ്രണ്ട്സ് ഇല്ല. അതാണ്, ആവശ്യമുള്ളിടത്തല്ലെങ്കിലും ഉണ്ടാവത്തില്ലല്ലോ. വയനാട്ടിലുള്ള ആൾക്കാർ ക്യാമ്പിന് വരുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് അവർക്ക് ക്യാമ്പിന് പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പോരെ, നല്ല നല്ല സ്പോട്ടുകൾ കിട്ടുമല്ലോ. എനിക്ക് ആകെ അറിയാവുന്ന ബേസിൽ ജോസഫിനെ. അതെ വേഗം വിളിക്കും, ഇപ്പൊ കിട്ടും. നമ്പർ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വിളിക്കായിരുന്നു. നഷ്ടപ്പെട്ടു പോയെന്നൊന്നും പറയല്ലേ. കിട്ടില്ല ജീപ്പ്. ആഹാ, ഇവിടെ ഫുള്ള് ജീപ്പുകളാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയി കിടക്കുന്ന ജീപ്പാ. അതായത് എന്താ വെച്ചാല് ഈ മല ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടി ജീപ്പ് വേണമല്ലോ. നമുക്കിപ്പോ എത്ര പൈസയുടെ കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കേപ്പബിലിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങൾ മുടക്കണം. 60 ലക്ഷം 50 ലക്ഷം. ഇപ്പൊ താർ റോക്സ് അല്ലെ താർ എനിക്ക് ആണെങ്കിൽ തന്നെ 25-28 ലക്ഷം ഒക്കെ കൊടുക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ജീപ്പുകൾ തന്നെയാണ്. നമ്മള് സൂചിപ്പാറക്കല്ലേ പോന്നെ? എടി നമ്മൾ വഴി തെറ്റിയാടി. ആ ആക്ച്വലി ഗൈസ് ഞങ്ങള് സൂചിപ്പാറക്കായിരുന്നു പോകുന്നത്. പക്ഷെ നമ്മുടെ വഴി എങ്ങോട്ടോ മാറിയിട്ടുണ്ട്. പുറകോട്ട് പോകാൻ തോന്നുന്നു. നീ എന്തിനാ അവൻ തിരിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയതാ. അപ്പൊ അവന്റെ പുറകെ തന്നെ പോവാണ്. നീ അങ്ങോട്ട് നിർത്തി. ഇവിടെ വേറെന്തോ സംഭവമാണ്. വഴി തീർന്നതേ. തിരിക്കേ തിരിക്കാതെ പോലീസുകാരൻ വരുന്നു. നീ താത്ത് സൂചിപ്പാറക്ക് പോവാനോ? സൂചിപ്പാറ പോകുന്ന ഇതുവഴിയല്ലേ? ആണോ? തെറ്റി. അപ്പൊ നമുക്ക് വഴി തെറ്റി ഗൈസ്. ഇപ്പൊ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്, നമുക്ക് വഴി തെറ്റിപ്പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു? ഇത് അട്ടമല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വ്യൂ പോയിന്റ് ആണ് സംഭവം. അട്ടമല എന്ന് പറയുന്ന ഒരു സ്പോട്ടാണിത്. അട്ടമല കയറണം നമുക്ക്. നടക്കാനുണ്ട് കുറെ. യോ എന്റെ ഒരു താടി നരച്ച് ഇത് നോക്ക്. ഞാൻ ഈ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ തന്റെ താടി നരച്ച് നോക്കണോ? അയ്യോ എടാ ഒന്ന് മാറടാ ചെറുക്കാ. അയ്യോ എനിക്ക് പ്രായം. ഇടിച്ചിട്. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞ, സീരിയസ് ആക്കൽ. ചിലപ്പോ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം. അത് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ എന്തായാലും കേൾക്കും. വഴി മാറിപ്പോയത് ഗൈസ്. ഇതാണ് യഥാർത്ഥ വഴി. അപ്പൊ അതൊക്കെ പോണേ. കുഴിയുണ്ട് അവിടെ, കുഴിയാ. നീ ഇച്ചിരി സ്ലോയിൽ പോയാൽ മതി. നമ്മളിപ്പോ സൂചിപ്പാറയിലേക്കാണ് പോകുന്നത്. ഇതിലിങ്ങനെ കയറി അങ്ങ് പോണം. വഴി വൻ ശോകമാണ് ഗൈസ്. നിർത്ത് ഇവിടെ നിർത്ത്. അതില് എങ്ങനെ വരാനാ പറയുന്നത്? നീ ശരി ബാക്കെടുത്ത് വാ പുറോട്ടോ. അവിടെ കേറ്റാനേ, അവിടെ കേറ്റാൻ സ്ഥലമുണ്ട്. ചുമ്മാ പോ അതിന്റെ പുറകെ പോ. അത് കുറച്ച് സീനായി പോയിട്ടത്. കേറുവോ? പോട്ടെ അങ്ങോട്ട് അധികം അടുപ്പിക്കില്ല. നീ പൊളിച്ച് കിടുക്കി.
അങ്ങനെ നമ്മുടെ ഡ്രൈവറെ നമ്മൾ സാഹസികമായി ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. വഴി അത്ര നല്ലതായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാന്ന്. എന്റെ മോശം വഴി കൂടെ ഞാൻ ഓടിക്കില്ലെന്നാ. അതുകൊണ്ടാണല്ലോ മാറിയത്. എനിക്ക് സുഖമില്ല അതെ അതെ, വണ്ടി ഓടിക്കാൻ. നമ്മള് നല്ല ഹൈവേ കൂടെ മാത്രമേ വണ്ടി ഓടിക്കുള്ളൂ പോലും. അങ്ങനൊന്നുമല്ല, ഇത് ഇയാള് അവിടുന്ന് ഇവിടെ വരെ നല്ല വഴി കൂടെ ഒക്കെ പുള്ളി വണ്ടി ഓടിച്ചിട്ട് കറക്റ്റ് മോശം വഴി എത്തിയപ്പോ എനിക്ക് വണ്ടി തന്നു. വേണം ചോദിച്ചോ വേണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഇവിടം വരെ മോശം വഴി മുഴുവൻ ഞാനാ ഓടിച്ചത്. അപ്പൊ എനിക്ക് സമാധാനം വേണ്ടേ? ശരി 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 ശരി, കറക്റ്റാ. ചേട്ടൻ എന്തോ കാണിച്ചു പോത്തില്ലേ അറിയത്തില്ല. കുറച്ചുപേര് നിക്കുന്നുണ്ട്, എന്താ സംഭവം ഒന്നും അറിയത്തില്ല. നമുക്ക് നിക്കാം, ലൈനായിട്ട് നിക്കാം. എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതവര് പരിചയക്കാരാ. ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. നീ സൂചിപ്പാറ പോയിട്ടുണ്ടോ? ഇങ്ങോട്ട് കാണിച്ചാ മതി. എന്താവോ പ്രശ്നം? എന്തോ എന്താ 500 500 പേർക്ക് പറ്റുള്ളൂ. ഇനിയിപ്പോ ഇങ്ങോട്ട് വണ്ടി തിരിച്ചു പോണല്ലേ? അപ്പൊ ഈ 500 ടിക്കറ്റ് എങ്ങനെ എടുക്കുക? ഫസ്റ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്ക് ചെയ്യണം. ഓഫ്ലൈൻ എങ്ങനെ ബുക്ക് ചെയ്യാം? ഓഫ്ലൈൻ ഡയറക്റ്റ് അവിടെ പോയിട്ട് അപ്പൊ രാവിലെ പോകേണ്ടി വരുമായിരിക്കും അല്ലേ? ഇത് ശനി ഞായർ മാത്രമേ ഉള്ളൂ ക്ലോസ്. ബാക്കി ദിവസങ്ങളൊക്കെ അപ്പൊ നമ്മളത് മോചി എവിടെ പോയാലും ഇതാണല്ലോ ദൈവമേ അവസ്ഥ. അപ്പൊ ഇനി സൂചിപ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ശനിയാഴ്ച ഞായറാഴ്ചയും നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. 500 പേർക്ക് മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ ശനിയാഴ്ച ഞായറാഴ്ച. അല്ല, ശനിയാഴ്ച ഞായറാഴ്ച എന്നല്ല, ബാക്കി എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ശനിയാഴ്ച ഞായറാഴ്ച വേഗം തന്നെ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും. ഇങ്ങോട്ട് പോവാ. അപ്പം ഒന്നെങ്കിൽ ഓഫ്ലൈനിൽ ഇവിടെ വന്ന് നേരത്തെ രാവിലെ ഒന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. ഇപ്പൊ നമ്മളിവിടെ ഒരു എന്തോ ഒരു വ്യൂ പോയിന്റോ എന്തോ ഒരു ചെറിയ സംഭവം ടെന്റ് ഒക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു വീടാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ചിലപ്പോ ഒരു ഹോം സ്റ്റേ ആയിരിക്കും. അതൊക്കെ എടുക്കടി. എങ്ങോട്ടാണ് ഈ പോകുന്നത്? അയാള് റിവേഴ്സ് എടുക്കുന്നുണ്ട്. നോക്കാം. വരുന്നുണ്ട്. ഇങ്ങോട്ടൊരു എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വഴി ചെറിയ വഴിയാണ്. അപ്പം ഓടിക്കാൻ അത്ര അറിയത്തില്ലാത്തവരൊക്കെ ഇത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. ഇച്ചിരി ടഫ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ പാർക്കിംഗ് സ്പേസ് കാണുന്നത്. നമുക്കിനി എന്താ സംഭവം ഇവിടെ പോയി നോക്കാം. ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാകത്തില്ല, ആരും പ്രതീക്ഷിക്കരുത്. എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? അപ്പുറത്താ സ്വിഫ്റ്റിന്റെ അപ്പുറത്ത്. ഇവിടെ സ്ഥലമല്ല.
നോക്കി ചേട്ടാ, 2 വണ്ടി ഒരേ കളർ. അതാ ഞാൻ ചോദിച്ചത് 2 പോയാണ്. ഇപ്പൊ സൂചിപ്പാറ കാണാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ വേറൊരു സ്പോട്ടിൽ അവരിങ്ങോട്ട് തിരിച്ചു വിട്ടാണ്. ഇവിടെ കുറേ ചേട്ടന്മാർ പറഞ്ഞു 150 രൂപ കൊടുക്കണം, കാണാൻ വലിയ സംഭവങ്ങളൊന്നുമില്ല, ദൂരെ നിന്ന് നമുക്ക് ആ വാട്ടർഫോൾസ് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെന്തായാലും അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചു. എന്താ വെച്ചാൽ ദൂരെ നിന്ന് കണ്ടിരുന്ന കാര്യം, നമുക്ക് വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പം താല്പര്യമുള്ളവരൊക്കെ വന്നിട്ട് നോക്കുക എങ്ങനെയുണ്ട്, സ്പോട്ട് എങ്ങനെയുണ്ട് നോക്കാൻ. ഞങ്ങളെന്തായാലും ഇവിടെ തിരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ 2 പേർക്ക് 300 രൂപ കൊടുക്കണം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഇപ്പോൾ മെയിൻ സൂചിപ്പാറ അങ്ങനെ എന്തെങ്കിലും വേണം നമുക്ക് പോയി കാണാമായിരുന്നു. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ ചൂരൽമലയിലേക്ക് പോവാം അല്ലേ. ഇവിടെ പിന്നെ അത്യാവശ്യം തേയില ഒരു തോട്ടമാണ്. ഇവിടെ വരെ വന്നതിന് നഷ്ടമൊന്നുമില്ല, നല്ല നൈസാണ് സംഭവം. ഇപ്പം നമ്മൾ ചൂരൽമലയ്ക്ക് പോവാണ്. ഇനി ഇവിടെ നിന്നൊരു ജസ്റ്റ് ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 400 മീറ്റർ അത്രേ ഉള്ളൂ. സൂചിപ്പാറ കാണാൻ പറ്റിയില്ല, ചൂരൽമല എങ്കിലൊന്ന് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ, എങ്ങനെയാ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സൂചിപ്പാറ പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നമ്മൾ വഴി തെറ്റിയല്ലോ. ആ വഴി തെറ്റിയിട്ട് വന്നത് ശരിക്കും ചൂരൽമല തന്നെയായിരുന്നു. അപ്പം എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ അട്ടമല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അട്ടമല വ്യൂ പോയിൻ്റ്, അവിടെ ഗ്ലാസ് ബ്രിഡ്ജോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് അട്ടമലയാണ് എന്ന് വെച്ചിട്ടാണ് സൂചിപ്പാറയിലേക്ക് തിരിഞ്ഞു പോയത്. വീണ്ടും ചൂരൽമലയിലേക്ക് മാപ്പിട്ടപ്പോഴാണ്, ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് ചൂരൽമല എന്ന്. അപ്പം ഇതൊരു നമ്മുടെയൊക്കെ നാട്ടിലുള്ള നോർമൽ ഒരു ടൗൺ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ കച്ചവടങ്ങളൊന്നുമില്ല, ആൾക്കാരെല്ലാം ഒഴിപ്പിച്ചേക്കുവാണ്. നമ്മുടെ വണ്ടി പോലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടത്തി വിടുന്നില്ല. ഇവിടെ പോലീസുണ്ട്. അപ്പം ഇവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തേക്ക് വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. ഇവിടെ കൊണ്ട് നമ്മൾ തിരിക്കുകയൊക്കെയാണ്. ശരിക്കും പറഞ്ഞ ഒരു ടൗൺ തന്നെ ഇല്ലാണ്ടായി. ഇവിടെ ആരും ഇല്ല. ഇത്രയും കെട്ടിടങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കച്ചവടമൊന്നുമില്ല, എല്ലാം നിർത്തിയേക്കുവാണ്. പിന്നെ കറണ്ടും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അതായത് ഒരു ദുരന്തം വന്ന് ആ നാട് മൊത്തം നശിച്ചുപോയൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ദുരന്തബാധിതരായ കുറച്ച് ചേച്ചിമാരൊക്കെ നടത്തുന്ന കച്ചവടങ്ങളാണ് ഇതൊക്കെ. അച്ചാർ വിൽപ്പനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് തിരിച്ചു വരുമ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിക്കാം. ഈ കാണുന്നതാണ് ബെയിലി പാലം. നമ്മൾ എല്ലാവരും ന്യൂസിലും ഇതിലൊക്കെ കണ്ട പട്ടാളക്കാർ നിർമ്മിച്ചു കൊടുത്ത ബെയിലി പാലമാണിത്. ഇതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇതിലൂടെയാണ് ആൾക്കാർക്ക് ഇപ്പം അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അത്യാവശ്യം ജീപ്പ്, കാറ്, പിന്നെ ചെറിയ ലോറികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഇതിലേക്കൂടെ കയറി പോകും. ഇതാണ് ശരിക്കും ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു ദൃശ്യം വരുന്നത്. ഇതിലെല്ലാം വെള്ളമെല്ലാം അടിച്ചു കയറി ഉരുളുപൊട്ടി പോയതാണ് ഈ കാണുന്നത്. നമുക്ക് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിലോ യൂട്യൂബ് ചാനലിലോ അല്ല മൊബൈലിലോ ഒന്നും കാണുമ്പോൾ നമുക്കതിൻ്റെ ശരിക്കുള്ള ഭീകരത മനസ്സിലാകത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയും വലിപ്പവും അത്രയും വലിയ കല്ലുകളൊക്കെയാണ് ഈ മുകളിൽ നിന്ന് ഒഴുകി വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് എന്താന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ പേരുണ്ട്. നമ്മളിപ്പം വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ശരിക്കുള്ള, അവിടെ നിന്നാണ് ഇത് ഒഴുകി വരുന്നത്. ഇതെല്ലാം ഒഴുകി വന്ന് അപ്പം അത്രയും വലിയ കല്ലുകളാണ് ഒഴുകി വന്നേക്കുന്നത്. മണ്ണും ചെളിയും വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ, ഈ ആൾക്കാരൊക്കെ അനുഭവിച്ച സിറ്റുവേഷൻ ഓർക്കുമ്പോൾ. ഇതിലിപ്പോൾ ഒരു വണ്ടി കടന്നു പോകുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവിടെ അടുത്തെവിടെയെങ്കിലും താമസിക്കുന്ന ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ആരെങ്കിലും ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ വണ്ടികളൊന്നും ഇതിലേക്ക് കടത്തി വിടാറില്ല. അവരങ്ങ് പോകുന്നുണ്ട്.
പിന്നെ ഇവിടെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ അട്ടമല അവരുടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് ജീപ്പിലൊക്കെ കയറി പോവാം. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടുതൽ സഞ്ചാരികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ, അത് മുഴുവൻ ഇല്ലാണ്ടായി. ഇപ്പം ആ തറ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഹൈറ്റിലുള്ള വീടിൻ്റെ മുകളിൽ വരെ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാമല്ലോ എത്ര ഇതിലായിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. ഇതൊക്കെ കാണുമ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇതൊക്കെ ഒന്ന് കാണണം. ഈ സ്ഥലങ്ങൾ നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വരുന്ന പോലെ കാണണ്ട. നമ്മളെപ്പോലെ തന്നെ നല്ല സൗകര്യത്തിലും നമ്മളെക്കഴിഞ്ഞും കൂടുതൽ ചിലപ്പം ഈ പ്രകൃതിയും ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വളരെയധികം സന്തോഷത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഇവിടെയുള്ളത്. ഒരു രാത്രി കൊണ്ട് ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണത്തില്ല, എല്ലാം ഇല്ലാണ്ടായി. അപ്പം ഇത് നമ്മളെപ്പോലെയുള്ളവർ വന്ന് കാണുമ്പം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടാവുകയാണെങ്കിൽ അത്ര നല്ലതാണല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാലും ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന ഒരു ടൈം കൊണ്ട് അതെല്ലാം ഇല്ലാണ്ടാവും. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉള്ള സമയം നമ്മൾ ആരെയും സഹായിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാണ്ട് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ചോദിച്ചോ? അതെയാ, ചേട്ടനാരാ? ചേട്ടന് ഇവിടുത്തെ ഞാനിവർക്ക് വേണ്ടിട്ട് ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ. ഇവരൊരു നാരങ്ങ എടുത്ത് തിന്നാൻ പറഞ്ഞു, അല്ല മാങ്ങ എടുത്ത് തിന്നാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തിന്നൂല, അത് കൂലിയാവും. ഇത് സേവനാണ്. നല്ല കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ചേച്ചിമാരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിൽ പല സ്ഥലത്തും പല ടൂറിസ്റ്റ് പ്ലേസിലും പോകുന്നുണ്ട്. അവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെ 100-150 രൂപയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇത് കാണാൻ വരുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇവിടെ വരുന്നവർ ഇവരോട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊന്ന് വാങ്ങി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് വളരെ വലിയൊരു ഉപകാരമായിരിക്കും. ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഈ ദുരന്തത്തിൽ മരിച്ച വ്യക്തികളുടെ ഫോട്ടോയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഞങ്ങളിവിടുന്ന് തിരിക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞു നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാരുടെ എന്തായിരിക്കും അന്നവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചിലർ അച്ചാർ വയ്ക്കാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പറയുമ്പോഴാണ്, അതായത് നമ്മൾ ഈ ടി വിയിലും സിനിമയിലും കാണുന്ന ഇതേ സംഭവം അവർ റിയലായിട്ട് അനുഭവിച്ചു. കൂടെയുള്ള എത്ര ആൾക്കാർ അതിൽ പോയി, വീടുകളും സ്വത്തും പണവും എല്ലാം പോയി. അവർ അച്ചാർ വയ്ക്കുന്ന ചേച്ചിമാർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഇനി ഒന്നേ സ്റ്റാർട്ട് ചെയ്യണം, ഇതേ വഴിയുള്ളൂ. ഇനി കൂടെയുള്ളവർ പോയി അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പോയി എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവർ അവിടുന്ന് ജീവിതം പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ്. എന്താ എനിക്ക് പറയേണ്ടത് എനിക്കറിയത്തില്ല. നമുക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. അപ്പം ആർക്കും ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ നമുക്കും പ്രാർത്ഥിക്കാം. എന്തായാലും വല്ലാത്തൊരു സിറ്റുവേഷനാണിത്. കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്ന ആൾക്കാർക്ക് നല്ലത് വരട്ടെ, ഇനി അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.